അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ച് നമ്മുടെ ജിൻഡോ പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയി തോന്നിയ ഒരു കാര്യം. ആരെയും പേടിയില്ല, ഒന്നിനെയും പേടിയില്ലാത്ത ഒരു വ്യക്തിയായി എനിക്ക് തോന്നി എന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു. ജിൻഡോയുടെ ആ ഒരു കണ്ടെത്തൽ വളരെ കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അഭിഷേകിനെ അവിടെ നിന്നാലും കുഴപ്പമില്ല, പുറത്തു പോയാലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതിയാണ്. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു, ലൈവിൽ കണ്ടവർക്കറിയാം, അഭിഷേക് പറയുന്നുണ്ടായിരുന്നു, ഞാൻ വളരെ കുറച്ച് ഡ്രസ്സ് മാത്രം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ ബിഗ് ബോസ് ടീം തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. ഒരു പെട്ടിയിൽ വെക്കാനുള്ള ഡ്രസ്സ് പോലും ഇല്ല എന്നാണ് അഭിഷേക് ശ്രീകുമാർ ലൈവിലിരുന്ന് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ അഭിഷേകിനെ തന്നെ അറിയാം, അഭിഷേകിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് ഇവിടെ നിൽക്കുമോ ഇല്ലയോ ഒന്നും ഉറപ്പില്ലാത്ത കാര്യമാണ് എന്നുള്ളത്. അതുകൊണ്ട് നിന്നാലും പോയാലും ഒന്നും പ്രശ്നമില്ല, എനിക്ക് ചെയ്യാനുള്ളത് ഞാനിവിടെ ചെയ്യുന്നു, നിൽക്കുന്നു, പോകുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിൽ മാത്രം വന്നൊരു വ്യക്തിയാണ് അഭിഷേക്. അതുകൊണ്ട് തന്നെ പുറത്ത് പോകുമോ, അയ്യോ ഞാൻ നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്നൊക്കെ ആലോചിച്ചുകൊണ്ടുള്ള ഒരു പേടിയും അഭിഷേകിൻ്റെ മുഖത്തില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ കറക്റ്റ് പോയിൻ്റാണ് അവിടെ പറഞ്ഞത് ജിൻഡോ. അതുപോലെ തന്നെ നോമിനേഷൻ സമയത്ത് ഓരോരുത്തരും മുഖത്ത് പെയിൻ്റ് ഇടുന്ന സമയത്തും അഭിഷേക് കൂളായിട്ടാണ് അവിടെ നിന്നത്. പോണ്ടെങ്കിൽ പോട്ടെ എന്നുള്ളൊരു തോന്നല്ലേ, ഇനിയിപ്പോൾ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കട്ടെ, പിന്നെ സ്വന്തമായിട്ടൊരു ആത്മവിശ്വാസം ഉണ്ട്, നിൽക്കും എന്നുള്ളൊരു ആത്മവിശ്വാസവും അവിടെ അഭിഷേകിൽ പിന്നീട് നമ്മൾ സിബിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ടാണ് അഭിഷേക് ശ്രീകുമാർ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പേടിയും അഭിഷേകിൻ്റെ കണ്ണിലോ പ്രവൃത്തിയിലോ ഇന്ന് വരെ ആ വീട്ടിൽ വെച്ച് ഉണ്ടായിട്ടില്ല. അത് ജിൻഡോ പറഞ്ഞത് വളരെ കറക്റ്റ് പോയിൻ്റ് ആയിരുന്നു.